99 സങ്കീർത്തനം നോക്കൂ. അവിടെ പറയുന്നു, യഹോവ വാഴുന്നു, ജാതികൾ വിറയ്ക്കട്ടെ. അവൻ കെരൂബുകളുടെ മീതെ വസിക്കുന്നു, ഭൂമി കുലുങ്ങട്ടെ. യഹോവ സിയോനിൽ വലിയവനും സകല ജാതികൾക്കും മീതെ ഉന്നതനുമാകുന്നു. അവൻ പരിശുദ്ധൻ എന്നിങ്ങനെ അവർ നിന്റെ മഹത്വം ഭയങ്കരവുമായ നാമത്തെ സ്തുതിക്കട്ടെ. നമ്മുടെ ദൈവം പരിശുദ്ധനാണ്. അതിൻ്റെ ഒടുവിലത്തെ ഭാഗത്തും അതിൻ്റെ 9 വാക്യത്തിലും നമ്മളത് വായിക്കുന്നുണ്ട്. നമ്മുടെ ദൈവമായ യഹോവയെ പുകഴ്ത്തുവീൻ, അവൻ്റെ വിശുദ്ധ പർവ്വതത്തിൽ നമസ്കരിപ്പീൻ. നമ്മുടെ ദൈവമായ യഹോവ പരിശുദ്ധനല്ലോ. എത്ര പേർക്ക് ദൈവത്തിന് മഹത്വം കരേറ്റാം? ഹല്ലേലൂയ, സ്തോത്രം. നമ്മുടെ ദൈവമായ യഹോവ പരിശുദ്ധനല്ലോ, സ്തോത്രം, ഹല്ലേലൂയ. ലോകത്തിൻ്റെ മുമ്പിൽ, റോമൻ ഗവൺമെന്റിൻ്റെതായ അധികാരത്തിൻ്റെ മുമ്പിൽ നിന്നുകൊണ്ട് നമ്മുടെ യേശു ലോകത്തോട് ചോദിച്ച ചോദ്യമാണ്, നിങ്ങളിൽ ആർക്ക് എൻ്റെ പാപത്തെക്കുറിച്ച് എനിക്ക് ബോധം വരുത്താം? അതിനൊരു മറുപടി പറയാ ലോകത്തിൽ ഇന്നേ വരെ ആർക്കും പറ്റിയിട്ടില്ല. അങ്ങനെ വിശുദ്ധനായ ദൈവത്തെ അനുഗമിക്കുന്ന ഞാനും നിങ്ങളും അതിനൊത്തവണ്ണമായി തീരാൻ ബാധ്യസ്ഥരാണ്. ഒരിക്കൽ പാപത്തിൽ മുഴുകി, ഒരിക്കൽ പാപത്തിന്റെ ശമ്പളമായ മരണത്തിന് യോഗ്യരായി മുന്നേറിയ നമ്മെ ഈ പരിശുദ്ധനായ ദൈവം വിളിച്ചു വേർതിരിച്ചു. സ്തോത്രം. പരിശുദ്ധനായ ദൈവം എന്നെയും നിങ്ങളെയും വിളിച്ചു. വാ, എന്നെ അനുഗമിക്കാൻ ഒരുക്കമാണോ? എൻ്റെ പിന്നാലെ വരാൻ നിങ്ങൾക്ക് മനസ്സുണ്ടോ? എങ്കിൽ നിങ്ങൾക്ക് എൻ്റെ പിന്നാലെ വരാം. പക്ഷെ ഒരു കണ്ടീഷൻ, ഞാൻ പരിശുദ്ധനാണ്, ഞാൻ വിശുദ്ധനാണ്. അതുപോലെ നിങ്ങളും വിശുദ്ധരായിരിക്കണം. വിശുദ്ധരാകാൻ മനസ്സില്ലെങ്കിൽ, വിശുദ്ധരാകാനുള്ള താല്പര്യമില്ലെങ്കിൽ എന്നെ അനുഗമിക്കാൻ പറ്റത്തില്ല. പ്രൈസ് ദി ലോർഡ്. എത്ര പേർക്ക് മനസ്സിലായി? ഈ കൂട്ടത്തിനകത്ത് നിൽക്കാൻ, പള്ളിക്കകത്ത് വരാൻ പറ്റും, ഈ ദൈവസഭയുടെ കൂട്ടത്തിനകത്തായിരിക്കാൻ ഒക്കത്തില്ല. ഞാൻ കഴിഞ്ഞ ഞായറാഴ്ച സൂപ്പർ സീനിയറിൽ പഠിപ്പിക്കുമ്പോൾ പറഞ്ഞു, ഒരു വിശുദ്ധ ജീവിതം നയിക്കുക എന്നുള്ളതൊരു വലിയ വെല്ലുവിളിയാണ്. ഇന്നത്തെ ലോകത്ത് മറ്റെന്ത് എളുപ്പമാണ്, പ്രസംഗിക്കാനും പാട്ടുപാടാനും ട്രാക്ട് കൊടുക്കാനും സാക്ഷ്യം ഒക്കെ വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല. എന്നാൽ ഒരു വിശുദ്ധ ജീവിതം നയിക്കുക എന്നുള്ളത് ഒരു വെല്ലുവിളിയാണ്. ഇനി അതിനെ ഞാനൊന്ന് തിരുത്തി പറയാം, എല്ലാവർക്കും വെല്ലുവിളിയല്ല. മനസ്സിലാവുന്നുണ്ടോ? അതിനൊരു ചെറിയ ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം, ശ്രദ്ധിക്കൂ. 2 മാഗ്നറ്റ്, ഒന്ന് ഈ ഭാഗത്തും ഒന്ന് ഈ ഭാഗത്തും ഇരിക്കുകയാണ്. ഞാൻ അതിൻ്റെ മധ്യഭാഗത്ത് നിൽക്കുകയാണ്. രണ്ടിൻ്റെയും ആകർഷണ ശക്തി ഒരുപോലെയാണ്. ഇതിങ്ങോട്ട് ആകർഷിക്കുന്നു, ഇതിങ്ങോട്ട്. ഞാൻ മധ്യഭാഗത്താണ്. അങ്ങനെയാണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള എനിക്കുള്ള ആകർഷണം ഒരുപോലെയാണ്. എന്നാൽ ഈ മധ്യഭാഗത്ത് നിന്ന് ഞാൻ ഈ ഇടത്തോട്ടൊരൽപ്പം പോയാൽ ഈ ഇടത്തെ മാഗ്നറ്റ് എന്നെ ഇതിലേക്ക് അല്പം കൂടുതൽ അങ്ങോട്ട് പിടിക്കും. ഇവിടെയുള്ള പിടി അല്പം വിടും. മനസ്സിലായോ? അപ്പോൾ ഇങ്ങോട്ട് ഞാൻ വന്നുകൊണ്ടിരിക്കും തോറും ഈ മാഗ്നറ്റിൻ്റെ പിടി കൂടും, ഇവിടത്തെ പിടി കുറയും. നീ പറയട്ടെ, എനിക്ക് ഇങ്ങോട്ട് പോകണമെങ്കിൽ ഞാൻ വലിയ വില കൊടുക്കേണ്ടി വരും. കാരണം ഈ പിടുത്തത്തിൽ നിന്ന് രക്ഷപ്പെട്ട് ഈ ഭാഗത്തെത്തിയിട്ട് പിന്നെ വേണം ഞാൻ എന്ത് ചെയ്യാൻ. അപ്പോൾ ഞാൻ തിരുത്തി പറയുന്നത് ഇതാണ്, ഇത് ദൈവഭാഗം, വലതുവശം ദൈവഭാഗമാണെന്നിരിക്കട്ടെ, ഇടതുവശത്ത് പിശാചിൻ്റെ ആകർഷണം. ആർക്കാണ് ക്രിസ്തീയ ജീവിതം ബുദ്ധിമുട്ട്? ഇങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കും തോറും
ഈ ക്രിസ്തീയ ജീവിതം ബുദ്ധിമുട്ടാകും. എന്നാൽ കർത്താവിനോട് ചേർന്ന് അങ്ങോട്ടും ഇങ്ങോട്ട് പോകുന്തോറും ഇത് ബുദ്ധിമുട്ടല്ല. എത്ര പേർക്ക് ദൈവത്തിന് മഹത്വം അർപ്പിക്കാം? അത് ബുദ്ധിമുട്ടല്ല. ആ ആകർഷണ വലയത്തിൽ, ഹല്ലേലൂയ, ആ ആകർഷണ വലയത്തിലുണ്ടല്ലോ, ഫ്രീ ആയിട്ട് നമ്മളെയും കൂടെ ഇങ്ങനെ കൊണ്ടുപോകും. സ്തോത്രം. അതൊരു ദൈവശക്തിയാണ്. അപ്പോൾ പ്രയാസമായി തോന്നുന്നത്, ബുദ്ധിമുട്ടായി തോന്നുന്നത്, ഈ ദൈവിക വലയത്തിൽ നിന്ന്, ആ ആകർഷണത്തിൽ നിന്ന് ഞാനും നിങ്ങളും അകലയിലേക്ക് അങ്ങ് മാറിപ്പോകുമ്പോഴാണ് ഈ വഴികളെ പിന്തുടരാൻ നമുക്ക് പറ്റാതെ വരുന്നത്. സ്തോത്രം. ഇവിടെ നിന്ന് ഉപഗ്രഹങ്ങളെ വിടുന്നത് അറിയാമല്ലോ, അല്ലേ? PSLV-3, ആര്യഭട്ട എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ വിടുന്നുണ്ട്. ധാരാളം ഉപഗ്രഹങ്ങൾ നമ്മുടെ ഭാരതത്തിൽ നിന്ന് തന്നെ ഇപ്പോൾ വിട്ടു തുടങ്ങി, മറ്റു രാജ്യങ്ങൾക്ക് വേണ്ടിയൊക്കെ വിട്ടു തുടങ്ങി. ഇത് കാണുമ്പോഴുണ്ടല്ലോ ഒരു ഭീമാകാരമായ ഒരു റോക്കറ്റാണ്. എന്നാൽ ഈ ഉപഗ്രഹം ഉണ്ടല്ലോ ആകെ ഒരു ചെറിയ സാധനമാണ്. ഈ കാണുന്ന ഈ റോക്കറ്റ് മുഴുവൻ ഉപഗ്രഹം അല്ല, അതിനകത്തൊരു ചെറിയ സാധനമാണ് ഉപഗ്രഹം. ബാക്കിയെല്ലാം ഇതിനെ ഈ ഭൂമിയുടെ ആകർഷണ വലയത്തിൽ നിന്ന് ഫ്രീ ആയ സ്പേസിലേക്ക് അതുവരെ കൊണ്ടെത്തിക്കാനുള്ളതായ അതിനുള്ള എൻജിനുകളാണ്. ഓരോന്നും അതിൻ്റെ ഡ്യൂട്ടി തീരുമ്പോൾ കത്തിത്താഴെ അങ്ങ് പോകും. കത്തിത്താഴെ പോണം. അത് പോയില്ലെങ്കിൽ പിന്നെ അവിടെ ചെല്ലുമ്പോൾ കുഴപ്പമാണ്. എത്ര പേർക്ക് മനസ്സിലായി? ഇതങ്ങ് ഭൂമിയുടെ ആകർഷണത്തിൽ നിന്ന് അങ്ങ് അപ്പുറത്ത് പോയി കഴിഞ്ഞാൽ പിന്നെ ഇതിന് എൻജിനൊന്നും വേണ്ട. ഇതവിടെ കിടന്ന് ഫ്രീ ആയി റൊട്ടേറ്റ് ചെയ്യും. എത്ര പേർക്ക് ദൈവത്തിന് സ്തോത്രം പറയാ? ഈ ലോകത്തിൻ്റെ മോഹങ്ങളും ഈ ലോകത്തിൻ്റെ താല്പര്യങ്ങളും മറ്റുള്ളവരെ പോലെ ആകാനുള്ളതിൻ്റെ വ്യഗ്രത പിടിച്ച ഓട്ടവും ദ്രവ്യാഗ്രഹമൊക്കെ അകത്ത് കയറി നിന്നെ ലോകത്തോടടുപ്പിച്ച് ദൈവത്തിൽ നിന്ന് അകറ്റിക്കൊണ്ട് പോകുമ്പോൾ ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് പറയുന്നു, ഈ ജീവിതം നിനക്ക് ഭാരമുള്ളതായി മാറും. പ്രൈസ് ദി ലോർഡ്. ഒന്ന് സന്തോഷിക്കാൻ കഴിയാതെ, ഒന്ന് സമാധാനത്തോടെ ദൈവത്തെ സേവിക്കാൻ കഴിയാതെ. കാരണം നീ ലോകത്തിലുള്ളതിനോട് അടുത്തുകൊണ്ടിരിക്കുന്നു. എന്നാ ഈ വാക്ക് കേൾക്കുന്ന ദൈവ പൈതലേ, നീ ദൈവത്തോട്, ദൈവത്തിന്റെ സാന്നിധ്യത്തോട്, ആ പരിശുദ്ധനായ ദൈവത്തോട്, ആ വിശുദ്ധനായ ദൈവത്തോട് അടുക്കലേക്ക് ചെല്ലുന്തോറ് പാപത്തെ ജയിക്കാൻ നിനക്ക് ബുദ്ധിമുട്ട് വരികയില്ല. കുഞ്ഞുങ്ങളെ, പ്രിയപ്പെട്ടവരെ, പാപത്തെ ജയിക്കാൻ എന്തുകൊണ്ട് ഇത്ര വലിയ മൽപ്പിടുത്തമെന്നറിയാമോ? ലോകമോഹത്തോടുള്ള ചായ്വാണ്. എന്നാൽ ഈ കർത്താവിനോട്, പരിശുദ്ധനായ ദൈവത്തോട് എനിക്ക് എത്ര അടുക്കാൻ കഴിയുമോ അതിനനുസരിച്ച് ദൈവം പരിശുദ്ധാത്മാവ് പറയുന്നു, പാപത്തെ ജയിക്കാൻ എനിക്കതിലൂടെ വലിയ സാധ്യതകളുണ്ട്. അത് ബുദ്ധിമുട്ടായി തീരുകയില്ല. പിന്നെ അങ്ങോട്ട് ചേർന്ന് ഈ മാഗ്നറ്റുമായിട്ടങ്ങ് ഒട്ടിപ്പിടിച്ചാൽ പിന്നെ രക്ഷപ്പെട്ടു. സ്തോത്രം. വേറെ ഒരു ഇതേ കുഴപ്പം തന്നെ ഇപ്പുറത്തുമുണ്ട്. ലോകത്തോട് ചേർന്ന് ഇങ്ങോട്ടങ്ങ് കയറിപ്പോയാൽ തിരിച്ചു വരാൻ വലിയ പ്രയാസമാണ്. സ്തോത്രം. ഇന്നത്തെ ആധുനിക പെന്തക്കോസ്ത് ചിന്താഗതി എന്തെന്നറിയാമോ? എങ്ങനെ പ്രാർത്ഥിച്ച് ലോകത്തെ നേടിയെടുക്കാം. മനസ്സിലായോ? ലോകത്തിലുള്ളതിനെ നേടിയെടുക്കാം. അതിനു വേണ്ടി ഭയങ്കര പ്രാർത്ഥനയാണ്, അതിനു വേണ്ടി ഉപവാസമാണ്, അതിനു വേണ്ടി മൽപ്പിടുത്തമാണ്, അതിനു വേണ്ടി ഭയങ്കര കയ്യടിയാണ്. ഒന്നിൻ്റെ ആവശ്യമില്ല. നീ ഇവിടെ പരിശ്രമിച്ചാൽ ലോകത്തിലുള്ളത് നിനക്ക് കിട്ടും. എന്നാൽ ദൈവികമായതിലേക്ക് നീ അടുത്ത് വരുംതോറും നിന്റെ അകത്ത് സന്തോഷം കൊണ്ട് ദൈവം നിറയ്ക്കും. ക്രിസ്തീയ ജീവിതം മധുരമായി
നിന്റെ കുടുംബജീവിതം അനുഗ്രഹമായി, നിന്റെ വ്യക്തിപരമായ ജീവിതം സന്തോഷമുള്ളതായി മാറും. ഇനി അതുകൂടെ ഞാൻ പറഞ്ഞ് ആ ഭാഗം വിടട്ടെ. ഇങ്ങോട്ട് പോകും തോറും നിന്റെ ഹൃദയം ശൂന്യമായി, നിന്റെ സന്തോഷം കുറഞ്ഞ്, നിന്റെ സമാധാനം നഷ്ടപ്പെട്ട്, കുടുംബമാകെ വെല്ലുവിളി നിറഞ്ഞതായി ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. ഇങ്ങോട്ട് വരുംതോറും സമ്പത്തില്ലെങ്കിലും, കടഭാരമാണെങ്കിലും, ശരീരസുഖം ഇല്ലെങ്കിലും നീ സന്തോഷമുള്ളവനായി മാറി. എത്ര പേർക്ക് ദൈവത്തിന് സ്തോത്രം പറയും? നിന്റെ പരാതികൾ കുറഞ്ഞുകൊണ്ടിരിക്കും. ഇങ്ങോട്ട് പോകുമ്പം പരാതിയും പിറുപിറുപ്പും കൂടും. ദൈവത്തോട് അടുക്കും തോറും പരാതിയും പരിഭവങ്ങളും ഒക്കെ കുറയും. ഇങ്ങോട്ട് പോകും തോറും ആർത്തി കൂടും. ഇങ്ങോട്ട് വരും തോറും കിട്ടിയത് തന്നെ കൂടുതലാണെന്ന് തോന്നും. സ്തോത്രം അല്ലേ? ദൈവത്തോട് അടുക്കും തോറും കിട്ടിയത് തന്നെ കൂടുതലാണെന്ന് തോന്നും. ദാവീദ് പറഞ്ഞ, കർത്താവേ, ഈ കിട്ടിയത് തന്നെ കൂടുതലാണ്, ഇതും പോരാ എന്ന് ദൈവത്തിന് തോന്നിയിട്ട്. ഓ സ്തോത്രം. ദൈവമക്കളെ, പരിശുദ്ധനായ ദൈവം, വിശുദ്ധനായ ദൈവം, വിശുദ്ധിയിൽ നമസ്കരിക്കാൻ കടപ്പെട്ടവരായ നാം യേശുവിനെ അനുഗമിക്കുവാൻ, കർത്താവിനെ പിൻപറ്റുവാൻ, പാപമില്ലാത്തവരായി വിശുദ്ധരായി ജീവിക്കുന്ന ഒരു കൂട്ടത്തിന് മാത്രമേ കഴിയൂ. ആ അനുഭവത്തിലാണ് പാട്ടുകാരൊക്കെ പാടിയത്, ക്രിസ്തീയ ജീവിതം സൗഭാഗ്യ ജീവിതം, കർത്താവിൻ്റെ കുഞ്ഞുങ്ങൾക്ക് ആനന്ദദായകം. ഇതൊക്കെ അനുഭവത്തിൽ നിന്ന് അന്ന് അനുഭവിച്ച ദൈവമക്കൾ പാടി ദൈവത്തെ സ്തുതിച്ചതാണ്. അങ്ങനെയുള്ള ഒരു നിലവാരം. യഹോവ വാഴുന്നു, ജാതികൾ ഉറയ്ക്കട്ടെ, അവൻ പരിശുദ്ധൻ എന്നിങ്ങനെ അവർ നിന്റെ മഹത്വം ഭയങ്കരവുമായ നാമത്തെ സ്തുതിക്കട്ടെ. ഇനി അടുത്തൊരു ഭാഗം. ന്യായതൽപരനായ രാജാവിൻ്റെ ബലത്തെ നീ നേരോടെ സ്ഥിരമാക്കിയിരിക്കുന്നു. നീ യാക്കോബിൽ നീതിയും ന്യായവും നടത്തിയിരിക്കുന്നു. നമ്മുടെ ദൈവമായ യഹോവയെ പുകഴ്ത്തുവീൻ, അവൻ്റെ പാദപീഠത്തിൽ നമസ്കരിപ്പീൻ, അവൻ പരിശുദ്ധനാകുന്നു. അവിടെ പറയുന്ന യഹോവ ന്യായവും നീതിയും നടത്തിയിരിക്കുന്നു. ഇതാര് പറയുന്നു? ഭക്തൻ പറയുകയാണ്. ഈ അനുഭവം തന്നെ ഞാൻ പറയാം, ശ്രദ്ധിക്കൂ. ഇവിടെ നിന്ന് ലോകത്തോട് നമ്മൾ ചേരുമ്പോൾ ന്യായവും നീതിയും ഒന്നും നടന്നില്ലെന്ന് തോന്നും. ദൈവത്തോട് ചേരുമ്പോൾ ന്യായവും നീതിയും ദൈവം നടത്തിയിരിക്കുന്നു എന്ന് നമുക്ക് ബോധ്യമാകും. മനസ്സിലായോ? എല്ലാ പ്രശ്നത്തിനുമുള്ള ഒരേ ഒരു പരിഹാരം ദൈവത്തോട് അടുക്കുക. ദൈവത്തോട്, അവിടെ സകല പ്രശ്നത്തിനും പരിഹാരമുണ്ട്. എത്ര പേർക്ക് മഹത്വം കരയേറ്റാ? സ്തോത്രം. അവിടെ എല്ലാ പ്രശ്നത്തിനും പരിഹാരമുണ്ട്. നിങ്ങൾ പറയും, എൻ്റെ വിഷയമൊന്നും പാസ്റ്റർക്ക് അറിഞ്ഞൂടാ, ഞാൻ അനുഭവിക്കുന്ന വേദനയൊന്നും പാസ്റ്റർക്ക് അറിഞ്ഞൂടാ എന്നൊക്കെ പറയും. പ്രൈസ് ദി ലോർഡ്. ഒന്ന് കുറയെ 40 അടി 39 അടി കോലുകൊണ്ടേറ്റ് ശരീരമാകമാനം നുറുങ്ങി കാരാഗ്രഹത്തിൻ്റെ അകത്തെ തടവി കിടക്കുന്ന ഈ പൗലോസ്, അവൻ ആരായിരുന്നു? ഈ അടി വല്ലതും കൊള്ളാൻ? അവൻ അവിടെ പറഞ്ഞ, ഞാൻ റോമൻ പൗരനാണെന്നൊരു വാക്ക് അവിടെ പറഞ്ഞാലുണ്ടല്ലോ, ഇവനെ അടിക്കാൻ ആർക്കും പറ്റത്തില്ല. എന്നാൽ സുവിശേഷ നിമിത്തം ഇതെല്ലാം കൊണ്ട് നുറുങ്ങി അതിനകത്ത് കിടക്കുമ്പോൾ അവർ അർദ്ധരാത്രിക്ക് പ്രാർത്ഥിച്ചു, പാടി ദൈവത്തെ എത്ര പേർക്ക് ദൈവത്തിന് സ്തുതി കരേറ്റ? ദൈവത്തിന് സ്തുതി കരേറ്റാൻ ദൈവം ന്യായമായത് പ്രവർത്തിച്ചില്ല. എത്ര പരാതികൾ പറയാം. ഞങ്ങൾ യേശുവിൻ്റെ നാമത്തെ ഉയർത്താൻ ആ ഭൂതത്തെ ഇറക്കി വിട്ടതല്ലേ ചെയ്തുള്ളൂ, പിന്നെ ഇങ്ങനെയൊക്കെയാണോ വരേണ്ടത് എന്നൊക്കെ ചോദിച്ച നീതിയും ന്യായമൊന്നും നടന്നില്ല എന്ന് പറഞ്ഞ് അവർ ഒതുങ്ങിയിരിക്കുകയല്ല ചെയ്തത്. ദൈവത്തോടടുത്തിരുന്ന ഭക്തന്മാര് ആ വേദനിക്കുന്ന ശരീരവുമായി ആ വല്ലാത്ത അവസ്ഥയില് ആ തടവ് പുള്ളികളുടേതായ കൂട്ടത്തില് അവരകപ്പെട്ടെങ്കിൽ പ്രാർത്ഥിച്ച പാടി എൻ്റെ ദൈവത്തെ അതിനകത്ത് മഹത്വപ്പെടുത്തുവാൻ തക്കവണ്ണം അവർക്ക് ദൈവവുമായുള്ള അടുപ്പമുണ്ടായിരുന്നെങ്കിൽ. സ്തോത്രത്തിവർക്ക് കേൾക്കാൻ സന്തോഷമുണ്ട്.
ഇതാണ് ക്രിസ്തീയ ജീവിതം. ഹല്ലേലൂയ. ആ നീതിയും ന്യായവും പ്രവർത്തിക്കുന്ന ദൈവത്തിൻ്റെതായ ഭയങ്കരമായ അനുഭവങ്ങളെ മനസ്സിലാക്കുവാൻ സർവശക്തനായ ദൈവം കൃപ തരട്ടെ. അങ്ങനെ വിളിച്ചപേക്ഷിക്കുന്ന ഒരു വ്യക്തിക്ക്, അവിടെ വേദപുസ്തകം 7-ാമത്തെ വാക്യത്തിൽ പറയുന്നു, മേഘസ്തംഭത്തിൽ നിന്ന് അവൻ അവരോട് സംസാരിച്ചു. പ്രൈസ് ദി ലോർഡ്. അവൻ്റെ സാക്ഷ്യങ്ങളും അവൻ കൊടുത്ത ചട്ടവും പ്രമാണിച്ചു. ദൈവം തന്ന ചട്ടങ്ങൾ, കൽപ്പനകൾ പ്രമാണിച്ച് ആ മേഘസ്തംഭത്തിൽ നിന്ന് ഉത്തരമരുളുന്നതിനെ പ്രാപിച്ച് മുന്നേറുവാൻ തക്കവണ്ണം ഉന്നതനായ ദൈവം നമുക്ക് കൃപയും സഹായവും പകരട്ടെ. സ്തോത്രം.